ദിവസങ്ങൾ കടന്നുപോയി. എല്ലാം പഴയതുപോലെ തന്നെ. ആരിലും മാറ്റങ്ങളില്ല. എങ്കിൽ പോലും അലക്ഷ്യയുടെയും നോയലിൻ്റെയും പ്രണയം വളർന്നുകൊണ്ടിരുന്നു. മറ്റു കാമുകന്മാരെ പോലെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാറോ ചുംബനങ്ങൾ കൈമാറാറോ കറങ്ങി നടക്കുകയോ എന്തിനേറെ ഒരു ഫോൺ കോൾ പോലും ഇരുവർക്കുമിടയിലില്ലായിരുന്നു. എങ്കിൽ പോലും ദിവസങ്ങൾ പോകെ 10 മടങ്ങ് അവ വർദ്ധിച്ചുകൊണ്ടിരുന്നു. കൊച്ചിനിപ്പോൾ വയസ്സ് 20 കഴിഞ്ഞില്ലായോ? നല്ല വല്ല ആലോചനയും വന്നാൽ നമുക്കങ്ങ് നോക്കയച്ചായ. രാത്രിയിൽ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അലക്ഷ്യയുടെ അമ്മ അക്കാര്യം അവതരിപ്പിച്ചത്. ഇച്ചൻ എന്താ ഒന്നും മിണ്ടാത്തേ? ഇന്ന് പള്ളിയിൽ വെച്ച് കുരിശിങ്കല ജോൺസിൻ്റെ ഭാര്യയെ കണ്ടിരുന്നു. അവരിന്ന് ആ കൊച്ചന് വേണ്ടി അലക്ഷ്യയെ ചോദിച്ചു. വെള്ളിടി വീണ പോലെയാണ് മുറിയിലിരുന്ന അലക്ഷ്യയുടെ ചെവിയിലേക്ക് ആ വാക്കുകൾ വീണത്. തുറന്നു പിടിച്ച ബുക്കിലെ താളിലേക്ക് അവൾ മിഴികൾ നട്ടിരുന്നു. പക്ഷേ മനസ്സപ്പോഴേക്കും നോയലിനെ തേടി അകന്നിരുന്നു. നീ എന്താ പെണ്ണെ പറയുന്നേ? നമ്മുടെ കൊച്ചതിന് പഠിക്കുമല്ലേ? അവൾക്കൊത്തിരി സ്വപ്നങ്ങളുള്ളതാ. അവൾ പഠിക്കട്ടെ. ഇപ്പം ഇവിടെ ആരെയും കല്യാണം കഴിപ്പിച്ച് വിടുന്നില്ല. അലൂഷ്യസിൻ്റെ വാക്കുകൾ അവളിൽ സന്തോഷവും സമാധാനവും ഒരുപോലെ കൊണ്ടുവന്നു. അവൾ 1000 വട്ടം കർത്താവിനോട് നന്ദി പറഞ്ഞു. അലക്ഷ്യ ഓർത്തു, ഈ ഒരു കാര്യം പോലും തനിക്കിത്ര വേദന നൽകണമെങ്കിൽ അവനുമായി താൻ അത്രയും അടുത്തുപോയോ? ആദ്യമായി അലക്ഷ്യ തൻ്റെ പാഠപുസ്തകത്തിൽ വരച്ചു ചേർത്തു. നീലമഷിയാൽ അവസാന താളിൽ അലക്ഷ്യ നോയൽ എന്നവൾ കടുപ്പിച്ചെഴുതി വെച്ചു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. രാവിലെ തന്നെ അലൂഷ്യസ് പറഞ്ഞ പ്രകാരം ഒരുങ്ങി നിൽക്കുകയാണ് അലക്ഷ്യയും അവളുടെ അമ്മയും. ഇന്നവർ കുറച്ചു ദൂരെ ഒരു പള്ളിയിൽ പോകുവാണ്. ആർത്തുങ്കൽ പള്ളിയിൽ. കൃത്യസമയത്തിന് തന്നെ മൂവരും വീട്ടിൽ നിന്നിറങ്ങി ചർച്ചിലേക്ക് തിരിച്ചു. കർത്താവിന് മുന്നിൽ കൂട്ടിപ്പിടിച്ച കൈകളുമായി നിൽക്കുമ്പോൾ അലക്ഷ്യ മറ്റേതോ ലോകത്തായിരുന്നു. താൻ ആഗ്രഹിക്കുന്നതെന്തോ അരികിലേക്ക് വരുന്ന പോലൊരു തോന്നൽ. അലക്ഷ്യയുടെ ഹൃദയം 10 മടങ്ങ് ഉച്ചത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു. തന്നെ കടന്നുപോയ കാറ്റിൽ കലർന്നിരുന്ന പെർഫ്യൂമിൻ്റെ സ്മെൽ ആരുടേതെന്ന് തിരിച്ചറിയാൻ അവൾക്ക് സമയം വേണ്ടിയിരുന്നില്ല. കണ്ണുകൾ 4 പാട് മൂടി നടന്നു. തേടിയതെന്തോ കണ്ടുകിട്ടിയ പോലെ നിരത്തിയിട്ടിരിക്കുന്ന ബെഞ്ചിനൊടുവിൽ ഒരു മൂലയിൽ ഇരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവൻ തന്നെയാണെന്ന് ഒറ്റ നോട്ടത്തിലേ അവൾക്ക് മനസ്സിലായിരുന്നു. ഇതുവരെയും നോയൽ അവളെ കണ്ടിട്ടില്ല. അലക്ഷ്യയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തല ചെരിച്ചു നോക്കുന്നുണ്ട്. പള്ളിയിൽ നിന്നും അലക്ഷ്യയും അമ്മയും അവളുടെ അപ്പനും കൂടി പുറത്തേക്കിറങ്ങി. ആ പള്ളിയിൽ കർത്താവിൻ്റെ ഓരോ രൂപങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മൂവരും അത് നോക്കി നടക്കുമ്പോഴായിരുന്നു യാദൃശ്ചികമായി നോയലും ഫാമിലിയും അവർക്ക് മുന്നിൽ നിന്നത്. പെട്ടെന്ന് അവളെ കണ്ടതിലുള്ള അമ്പരപ്പ് അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. എങ്കിലും അത് മൈൻഡ് ചെയ്യാതെ അവൻ അവൾക്ക് മുന്നിൽ കയറി നിന്നു. അലക്ഷ്യയുടെ മമ്മിയും പപ്പയും ഒന്നും മനസ്സിലാകാതെ അവരെ നോക്കി. ഹായ്, അലക്ഷ്യയല്ലേ? നോയലിൻ്റെ ചോദ്യത്തിൽ അവൾ പെട്ടെന്ന് വാ തുറന്നു നിന്നു. പിന്നെ അതേ എന്ന പോലെ തല ഉലുക്കി. എന്നെ മനസ്സിലായില്ലേ? ഞാൻ നോയൽ, കോളേജിലെ. ആ, മനസ്സിലായി, കണ്ടിട്ടുണ്ട്. അവളും വിട്ടുകൊടുത്തില്ല. ആരാ മോളെ ഇത്? പെട്ടെന്ന് അവളുടെ മമ്മി ചോദിച്ചു. ഇത് കോളേജിൽ പഠിക്കുന്നയാ. കൊച്ചിൻ്റെ ക്ലാസ്സിലാണോ? അല്ല മമ്മി, സീനിയറാ. ഈ അച്ചാച്ചനാ അന്ന് മിസ്സിനെ രക്ഷിച്ചേ. ഓ, അതാ മോനെ എവിടെയോ കണ്ട പോലെ. പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല. അലോഷ്യസ് പെട്ടെന്ന് അവൻ്റെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു. അത് സാരില്ല അങ്കിൾ, അന്ന് സംസാരിച്ചതൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് അലക്ഷ്യ ഇവിടെ കണ്ടപ്പോൾ പരിചയം കൊണ്ട് വന്നതാ. ആ മോനെ, ഇത് മമ്മി, ഇത് പപ്പ. പുറകിൽ നിൽക്കുന്നവരെ അവൻ പരിചയപ്പെടുത്തി. അലക്ഷ്യയും അവൻ്റെ മമ്മിയെയും പപ്പയെയും നോക്കി ഒന്ന് ചിരിച്ചു. യാത്ര പറഞ്ഞ് അവർ പോകുമ്പോൾ നോയൽ അവളെ നോക്കി ഒറ്റക്കണ്ണിറുക്കി ചിരിച്ചു. അത് കാണെ അലക്ഷ്യ പെട്ടെന്ന് തല വെട്ടിച്ചു നിന്നു. തിരികെ പോകുമ്പോൾ നോയലിൻ്റെ പപ്പ ഫ്രണ്ട് മിററിലൂടെ ബാക്കിലിരിക്കുന്ന നോയലിനെ നോക്കി. ഒപ്പം അവൻ്റെ മമ്മിയും. ഏതാടാ ആ കൊച്ച്? ഫോണിൽ നോക്കിയിരിക്കുന്ന നോയൽ മമ്മിയുടെ ചോദ്യം കേട്ട് തല ഉയർത്തി നോക്കി. ഏതു കൊച്ച്? ഓ, അറിയാത്ത പോലെ. ഇന്ന് കണ്ടില്ലയോ പള്ളിയിൽ വെച്ച്? അതാരാന്ന്? മമ്മി വിടാൻ ഭാവമില്ല. ഓ, അതെൻ്റെ ഗേൾഫ്രണ്ടാ മമ്മി. നോയൽ ഒരു പ്രത്യേക ഈണത്തിൽ പറഞ്ഞു. പപ്പ അവനെ തലചിരിച്ചു നോക്കി. ആ, നിങ്ങളെ വേണേ വിശ്വസിക്കേ. ഞാനൊന്ന് പറഞ്ഞില്ലയോ എനിക്കൊരു കൊച്ചിന് ഇഷ്ടമാണെന്ന്? അതിതാന്നേ. ശരിക്കും? എന്നിട്ട് നിന്നെ സംസാരം കേട്ടാൽ അതിനറിയാത്ത പോലെ ആയിരുന്നല്ലോ. എൻ്റെ മമ്മി, അതൊക്കെ ഒരു നമ്പറല്ലേ. ഇത് പറ, കൊച്ചെങ്ങനെ, കൊള്ളാവോ? നല്ല മോളാ. ഇനി ഇത് വിട്ട് എൻ്റെ പുത്രൻ എന്നാ മറുകണ്ട് ചാടുന്നേ? മമ്മിയുടെ ചോദ്യത്തിന് അവൻ പൊട്ടിച്ചിരിച്ചു, ഉള്ളിൽ അവളെ പതിപ്പിച്ചുകൊണ്ട്.
ഉച്ചയ്ക്കൊരു ആവശ്യത്തിനായി പുറത്തു പോയിട്ട് വരികയായിരുന്നു നോയൽ. നീണ്ട റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കണ്ടിരുന്നു കുറച്ച് മാറിയിട്ടൊരു ബുക്ക് സ്റ്റാൾ. ഒരുപക്ഷെ ഇന്നായിരിക്കാം അവിടുത്തെ ഓപ്പണിംഗ്. അലങ്കരിച്ച റിബണും ബലൂണുകളും പുറത്തു വെച്ചിരിക്കുന്ന വലിയ നിലവിളക്കും അത് വിളിച്ചു പറയുന്നുണ്ട്. നോയൽ വണ്ടി അങ്ങോട്ടേക്ക് തിരിച്ചു. ഡാ, നീ എന്തിനാ അങ്ങോട്ട് പോണേ? നമുക്ക് നേരെയല്ലേ പോണ്ടത്? പുറകിലിരുന്ന് പറയുന്ന സച്ചിൻ്റെ വാക്കുകൾ അവൻ കേട്ടില്ലെന്ന് നടിച്ചു. ബൈക്കൊതുക്കി അവൻ ആ ബുക്ക് സ്റ്റാളിനടുത്തേക്ക് നടന്നു. ഈശ്വരാ, ഇവൻ ഒറ്റയടിക്ക് നന്നാവാൻ തീരുമാനിച്ച? സച്ചിൻ സ്വയം ചിന്തിച്ചുകൊണ്ട് അവൻ്റെ പുറകെ നടന്നു. നല്ല ഒതുക്കത്തോടെ നിരത്തി വെച്ചിരിക്കുന്ന ബുക്കുകളുടെ കൂട്ടത്തിൽ നിന്നും അവൻ ഓരോന്നെടുത്തു നോക്കി. കണ്ണിലുടക്കിയ ആ ബുക്ക് അവൻ കയ്യിലേക്ക് പതിയെടുത്തു. ഐ ടു ഹാഡ് എ ലവ് സ്റ്റോറി റിട്ടൺ ബൈ രവീന്ദർ സിംഗ്. നോയലിനെന്തോ ആ ബുക്ക് വാങ്ങിക്കാൻ തോന്നി, അതും തൻ്റെ പ്രിയപ്പെട്ടവൾക്കായി. കയ്യിലെടുത്ത ബുക്കുമായി അവൻ ബില്ലിംഗ് സെക്ഷനിൽ ചെന്ന് അത് കൊടുത്തു. പാക്ക് ചെയ്ത കവറുമായി അവൻ പുറത്തേക്കിറങ്ങുമ്പോൾ സച്ചിൻ വായും പൊളിച്ച് പുറകെ ചെന്നു. ഡാളിയ, നീ എന്നൊന്നു വിളിക്കേ? എന്തിന്? അല്ല, ഇതൊക്കെ സ്വപ്നാണോ സത്യമാണോ എന്നറിയാനാ. മനുഷ്യരൊക്കെ ഇത്ര പെട്ടെന്ന് മാറൂ? എന്ത്? നീ ഏതെന്താ ബുക്കൊക്കെ നോവലൊക്കെ വായിക്കാൻ തുടങ്ങിയോ? ഒന്ന് പോടാ, ഇതെനിക്കല്ല, അവൾക്കാ, അലക്ഷ്യയ്ക്ക്. അങ്ങനെ പണ? ഞാൻ കരുതി ഒറ്റയടിക്ക് നിനക്ക് നല്ല ശീലങ്ങൾ തുടങ്ങിയെന്ന്. അല്ലടാ, സാധാരണ ലവർക്ക് ഇതൊന്നും അല്ലല്ലോ കൊടുക്കേണ്ടത്. വല്ല ടെഡിയോ ചോക്ലേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചൂടെ? അത് മറ്റുള്ളവർക്ക്. നീ ഈ പറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ ഒത്തിരി അവൾക്ക് സന്തോഷം ചിലപ്പോൾ ഈ ബുക്കിനോടാകും. കാരണം മറ്റെല്ലാവരെക്കാളും അവൾ ഡിഫറെൻ്റാണ്, അതുപോലെ സ്പെഷ്യലും. അത് ചിലപ്പോൾ ശരിയായിരിക്കാം. അതിന് പ്രിയം ഇതൊക്കെ തന്നെ ആകും. ഒരു പാവം കൊച്ച്, നീ അതിനെ കരയിക്കരുത്. നീ പറഞ്ഞത് കറക്റ്റാ, അവൾ ഒത്തിരി പാവാടാ, പൊട്ടിപ്പെണ്ണ്. പണ്ടേതോ സിനിമയെ പറഞ്ഞ പോലെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പെണ്ണ്. എന്തായാലും പ്രേമിക്കുന്ന പെണ്ണിന് ആദ്യമായി ബുക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് നീയായിരിക്കും. അളിയാ. സച്ചിൻ ചിരിച്ചു, ഒപ്പം നോയലും. പതിവ് പോലെ അലക്ഷ്യയെ തിരക്കി ഇറങ്ങിയതാണ് നോയൽ. രാവിലെ വന്നപ്പോഴും കാണാൻ പറ്റിയിരുന്നില്ല. നോയൽ ഓരോ ഇടത്തും ചെന്നു. അവളെ ആകെ കാണാറ് ഒന്നുകിൽ ലൈബ്രറിയിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ. ആ ഒരു പ്രതീക്ഷയോടെയാണ് അവൻ അവളെ തിരഞ്ഞത്. എന്നാൽ രണ്ടിടത്തും അവളെ കണ്ടില്ല. അവളിനി വന്നിട്ടുണ്ടാവില്ലേ? നോയൽ സ്വയം ചോദിച്ചുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് നടന്നു. ഗ്രൗണ്ടിൻ്റെ ഒരു മൂലയിൽ അവൻ ചെന്നിരുന്നു എന്തെല്ലാമോ ആലോചിച്ചു. കയ്യിലിരുന്ന ആ വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ ബുക്ക് അവൻ നോക്കിക്കൊണ്ടിരുന്നു. അവളെ കാണാത്തതിലുള്ള നിരാശ അവൻ്റെ മുഖത്ത് നന്നേ പ്രകടമാണ്. നോയൽ പെട്ടെന്ന് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ഇനിയും ഇരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ അവൻ സച്ചിനടുത്തേക്ക് നടക്കുകയാണ്. ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്ന അലക്ഷ്യയെയും ആകാശിനെയും അവൻ കണ്ടത്. നോയലിന് പെട്ടെന്ന് സന്തോഷം തോന്നി. ഇന്ന് കാണില്ലെന്ന് ഉറപ്പിച്ചതായിരുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട അവൻ്റെ മുന്നിൽ പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ അത് മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല. ആകാശിനെയും അലക്ഷ്യയെയും അവൻ കണ്ണു ചുരുക്കി നോക്കി. അവളുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചങ്ങ് നടക്കുന്നത് നോയലിൻ്റെ കണ്ണൊന്ന് കോർത്തു. കുശുമ്പും ദേഷ്യവും ഒക്കെ അവനിൽ നിറഞ്ഞു നിന്നു. മറ്റൊന്നും ചിന്തിക്കാതെ നോയൽ ശരവേഗത്തിൽ അവർക്കരികിലേക്ക് പാഞ്ഞു. എതിരെ വരുന്ന നോയലിനെ ഇരുവരും കാണുകയും ചെയ്തു. അലക്ഷ്യയ്ക്ക് പെട്ടെന്ന് ഉള്ളിൽ എന്തോ നിറഞ്ഞ പോലെ തോന്നി. അതുപോലെ പഴയ കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. കർത്താവേ, ഇന്നത്തേക്കുള്ളതായി. അലക്ഷ്യ അറിയാതെ ഉമിനീരിറക്കി. നീ എൻ്റെയാ, ഈ നോയലിൻ്റെ. ഇനി അതുപോലെ ചേർന്ന് അവൻ്റെ കൂടെ കാണരുത്. എന്നോടല്ലാണ്ട് മറ്റാരോടും അധികം സംസാരിക്കരുത്, കേട്ടോടി. അവൻ്റെ വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങി കേട്ടു. അലക്ഷ്യയ്ക്ക് ആകാശിൻ്റെ കയ്യിൽ നിന്നും അകന്നു നിൽക്കണമെന്നുണ്ട്. പക്ഷെ അവൻ ചേർത്ത് പിടിച്ച് നോയലിൻ്റെ വരവിനെ കാണിച്ചു തരുന്ന തിരക്കിലാണ്. ദേ വരുന്നടി നിൻ്റെ കേമുകൻ. അച്ചാച്ചൻ ഇപ്പോൾ കുട്ടിയെ കേട്ടിൽ പറപ്പിക്കും. പ്രത്യേക ഇനത്തിൽ അവൻ കളിയാക്കി പറഞ്ഞു. അലക്ഷ്യയ്ക്ക് അതോടെ കേട്ടപ്പോൾ ഷോക്കടിച്ച പോലെയായി. നീ ഒന്നും മിണ്ടാതിരിക്കുമോ? എന്തിന്? അങ്ങനെ ഇപ്പോൾ വന്ന് പിടിച്ചെടുത്തോണ്ട് പോകും. ഞാൻ പറഞ്ഞതുപോലെ ഇല്ലെങ്കിൽ മോള് കണ്ട. പറഞ്ഞ് നാവകത്തേക്കിട്ടില്ല. നോയൽ അപ്പോഴേക്ക് അവൾക്കടുത്തേക്ക് ചെന്ന് അവളുടെ വലത് കൈയെ പിടിമുറുക്കി ആകാശിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അവൻ അവളെ വലിച്ച് മുന്നോട്ട് നടന്നു. പോസസീവ് ഭ്രാന്തൻ, ആകാശം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അലക്ഷ്യയെ നോക്കി. അതേസമയം അവളും തിരിഞ്ഞു നോക്കി അവനെ. കിട്ടുന്നത് മേടിച്ചോണ്ട് വായോ, ബായ്. അവൾ കേൾക്കാൻ പാകത്തിന് ചുണ്ടനക്കി അവൻ പറഞ്ഞുകൊണ്ട് കൈവീശി കാണിച്ചു. ഇരുവരും നേരെ ചെന്നത് ലൈബ്രറിയിലേക്കാണ്. അല്ലെങ്കിലും അവരുടെ പ്രണയത്തിൻ്റെ കഥ പറയാൻ ആ ലൈബ്രറി ചുവരുകൾക്കല്ലാതെ വേറെ എന്തിനാ കഴിയുന്നത്?
ആദ്യമായി സംസാരിക്കുന്നതും പ്രണയം പങ്കിട്ടതും എല്ലാം അവിടെ നിന്നായിരുന്നില്ലേ? അതിനുപരി ആ കോളേജിലെ അലക്ഷ്യയുടെ ഫേവറേറ്റ് സ്ഥലവും. അധികമാരും ഉണ്ടായിരുന്നില്ല. നോയൽ അലക്ഷ്യയുടെ സ്ഥിരം സ്ഥാനത്തേക്ക് അവളെ ഇരുത്തിക്കൊണ്ട് ഓപ്പോസിറ്റ് ചെയറിൽ അവനും ഇരുന്നു. അവൾ തല ഉയർത്തിയില്ല, വെറുതെ കുനിഞ്ഞിരുന്നു. എന്നാൽ നോയലിൻ്റെ നോട്ടം ഫുള്ളും അവളിലായിരുന്നു. ആ വട്ടക്കണ്ണടയ്ക്കുള്ളിലായി കാണുന്ന ആ മിഴികളിലും മൂക്കിൻ തുമ്പിലും സ്വർണ്ണ നിറമുള്ള കുഞ്ഞു മീശയിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന വിയർപ്പ് തുള്ളികളെ അവൻ ആവോളം നോക്കിയിരുന്നു. അവയുടെ സ്ഥാനം മാറി അതവളുടെ ഇളം റോസ് നിറമുള്ള ചുണ്ടിലേക്ക് എത്തി നിന്നതും നോയലിന് ആ ചുണ്ടിലേക്കൊന്ന് പതിയെ തൊടാൻ തോന്നി. നോവിക്കാതെ അവിടെ ഒന്ന് അമർത്തി ചുംബിക്കാൻ തോന്നി. അലക്ഷ്യ അവൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണമില്ലാത്തതുകൊണ്ട് മുഖമുയർത്തിയൊന്ന് നോക്കി. അപ്പോൾ കാണുന്നത് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അവനെയാണ്. അലക്ഷ്യയ്ക്ക് എന്തോ പോലെയായി. നട്ടെല്ലിൽ കൂടിയും അടിവയറിൽ കൂടിയും എന്തോ വൈദ്യുതി പോലെ കടന്നു പോയത് അവളറിഞ്ഞു. എന്താ? വിക്കലോടെ അവൾ പതിയെ ചോദിച്ചു. എന്ത്? ഭാവമേതുമില്ലാതെ ഒരു കൈ തലയ്ക്ക് താങ്ങി അവൻ തിരികെ ചോദിച്ചു. നോക്കുന്ന എന്തിനാ? നോക്കാൻ പാടില്ലേ? അലക്ഷ്യയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി. ആരോട് ചോദിച്ചിട്ടാ നീ അവനോട് പോയി സംസാരിച്ചിരുന്നത്? ഒരിക്കൽ ഞാൻ പറഞ്ഞതല്ലേ. അതിനെന്താ? അവൻ എൻ്റെ ഫ്രണ്ടാ, ചെറുപ്പം മുതലേ എൻ്റെ കൂടെ പഠിക്കുന്നയാ. അവനോട് മാത്രമേ ഞാൻ ആകെ കൂട്ടുകൂടിയിട്ടുള്ളൂ. അല്ല, അവൻ മാത്രമേ എന്നോട് മിണ്ടിയിട്ടുള്ളൂ. അലക്ഷ്യ ഉള്ളിലുള്ളത് വിറയലില്ലാതെ പറഞ്ഞൊപ്പിച്ചു. നോയലൊന്നും മിണ്ടിയില്ല. അവന് മനസ്സിലായിരുന്നു. അല്ലേലും ആകാശിനോട് മിണ്ടുന്നതിന് അവന് പ്രശ്നമില്ല. പക്ഷേ താൻ ചേർത്ത് പിടിക്കേണ്ടിടത്ത് അവൻ ചേർത്ത് നിർത്തുമ്പോഴും തന്നോട് സംസാരിക്കേണ്ട നേരം അവനോട് ചിലവിടുമ്പോഴുമൊക്കെ ഉള്ളിൽ തോന്നുന്ന കുഞ്ഞു കുശുമ്പ്. അവളുടെ ലൈഫിൽ എന്തിനേക്കാളുമേറെ തനിക്കായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി എന്നൊക്കെയുള്ള ആഗ്രഹം. അതൊക്കെയാണ് നോയലിനുള്ളിൽ. അവൻ ടേബിളിലിരിക്കുന്ന അവളുടെ വിരലിലേക്ക് തൻ്റെ വിരലുകൾ ചേർത്ത് വെച്ചു. അലക്ഷ്യ അനങ്ങിയില്ല. ചേർത്ത് പിടിക്കാനോ പിൻവലിക്കാനോ ശ്രമിച്ചില്ല. ഫുഡ് കഴിച്ചോ? ഏറെ നേരത്തെ മൗനത്തിന് ശേഷം അവൻ ചോദിച്ചു തുടങ്ങി. ക്ലാസ്സൊക്കെ മനസ്സിലാകുന്നുണ്ടോ? എന്തേ, വിഷമം വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ, ഫൈൻ. ഓക്കെ, വേറെന്താ? എന്തെങ്കിലുമൊക്കെ സംസാരിക്കടോ. എന്തും. കഴിച്ചോ? കഴിച്ചു, നോയൽ പുഞ്ചിരിയോടെ പറഞ്ഞു. വീണ്ടും നിശബ്ദത. നോയൽ ചുണ്ടിൽ നിറഞ്ഞ അതേ പുഞ്ചിരിയോടെ തന്നെ തൻ്റെ കയ്യിലിരുന്ന ഗിഫ്റ്റ് അവൾക്ക് നൽകി. ഒന്നും മനസ്സിലാകാതെ അവൾ അവനെയും അതിനെയും മാറി മാറി നോക്കിയിരുന്നതല്ലാതെ കൈ നീട്ടി വാങ്ങിയില്ല. വാങ്ങിക്കടോ. അവൻ്റെ ആ വാക്കുകൾക്കൊപ്പം അവൾ അത് പതിയെ വാങ്ങി. തുറന്നു നോക്ക്. അലക്ഷ്യ അതിനെ ഒന്ന് നോക്കി. ടു മൈ ലവ്. പുറം കവറിൽ ഭംഗിയിൽ എഴുതിയ അക്ഷരങ്ങളിലേക്ക് അവൾ കണ്ണു ചിമ്മാതെ വിരലുകൾ കൊണ്ട് പതിയെ തലോടി. പിന്നീട് അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണു ചിമ്മി ചിരിച്ചു. വെപ്രാളപ്പെടാതെ ശ്രദ്ധയോടെ അവൾ ആ കവർ പൊളിച്ചു മാറ്റി. ഐ ടു ഹാഡ് എ ലവ് സ്റ്റോറി റിട്ടൺ ബൈ രവീന്ദർ സിംഗ്. അലക്ഷ്യയ്ക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തോന്നി. അവൾ എപ്പോഴും ആഗ്രഹിക്കും ഇതുപോലെ കുറേ ബുക്സ് തനിക്കായി ആരെങ്കിലും സമ്മാനിച്ചിരുന്നെങ്കിലെന്ന്. അപ്പയോടൊപ്പം പോകുമ്പോൾ താൻ വാങ്ങുമെന്നല്ലാതെ ഇതുപോലെ ആരും ഗിഫ്റ്റൊന്നും തന്നിട്ടില്ല. ആദ്യമായി താൻ സ്നേഹിക്കുന്ന ആളിൽ നിന്നും തന്നെ ഇതുപോലൊരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ആ പെണ്ണ് സന്തോഷത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു. അവൾക്ക് അവനൊന്ന് ഹഗ് ചെയ്യാൻ തോന്നി. ആ കവളിൽ ചുംബിക്കാൻ തോന്നി. അലക്ഷ്യ പക്ഷേ അതിന് മുതിർന്നില്ല. പകരം അവനെ ശ്രദ്ധിക്കാതെ ആ ബുക്കിനെ നെഞ്ചോട് ചേർക്കുന്ന തിരക്കിലായിരുന്നു. ഇങ്ങേപ്പുറം നോയലിൻ്റെ ഉള്ളും നിറഞ്ഞു. അവളുടെ കണ്ണുകളിൽ കണ്ട സന്തോഷം അത് മാത്രം മതിയായിരുന്നു ആ ഗിഫ്റ്റ് അവൾക്ക് എത്ര ഇഷ്ടമായിട്ടുണ്ടെന്നറിയാൻ. അവൻ നിറഞ്ഞു ചിരിച്ചു. താങ്ക്സ് മൈ ലവ്. അലക്ഷ്യ ഏറെ നേരത്തിന് ശേഷം പതിയെ മൊഴിഞ്ഞു. അപ്പോഴേക്കും നോയൽ എഴുന്നേറ്റ് ചെന്ന് അവളുടെ കാതിനരികിൽ ചുണ്ടു ചേർത്തിരുന്നു. ആഴത്തിൽ.